ആണെങ്കിലും എന്തൊക്കെ വസ്തുക്കളായി ക്ഷണികളായിട്ടുണ്ട് എന്നുള്ളൊരു ഓടിച്ച് അങ്ങയുടെ കാലത്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ആ സ്പോൺസർമാർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്തന്മാർ നൽകിയിട്ടുള്ള ഒരു കണക്ക് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഞാനിത് എത്രയോ കാലം മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഈ ഗോൾഡ് മാത്രമല്ല, ഞാനാണ് പറഞ്ഞത്, ഗോൾഡ് മാത്രമല്ല എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടെന്ന കാര്യമാണ് ഞാൻ പറയാൻ പറ്റുന്നത്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. ഞങ്ങൾക്ക് 18 സ്ട്രോങ് റൂമുകളുണ്ട്. ഈ സ്ട്രോങ് റൂമുകളിലാകെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നേ. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, സ്റ്റേറ്റ് ഓഡിറ്റിന് വിധേയമായിട്ടാണ്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഈ 18 സ്ട്രോങ് റൂമിലും കയറി എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി അല്ലാത്ത സാധനങ്ങൾ, ഇപ്പം ചെമ്പും ഓടൊക്കെ ഉണ്ടല്ലോ, അല്ലാത്ത സാധനങ്ങൾ ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെമ്പും ഓടും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ചെമ്പും ഓടും ഒക്കെ എത്രയോ കാലങ്ങളായി ചില മേഖലകളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ ഓഡിറ്റ് നടത്തി ഞങ്ങൾ അതും ലേലം ചെയ്ത് കൊടുക്കാൻ അതും കോടതിയുടെ ഉത്തരവിന് വിധേയമായിട്ടാണ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി. എ എന്ന് പറഞ്ഞാൽ പൗരാണിക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിക്കൂട്ടിലാക്കി തുടക്കം മുതൽ തന്നെ തങ്ങളുടെ ഭാഗം പറയുന്നതാണ്. ഏത് ഉന്നതനായാലും സംരക്ഷിക്കൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചത്.